സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യവിൽപ്പന ഉടൻ ആരംഭിക്കാൻ നീക്കം. GST കമ്മീഷണറുടെ നികുതി ഇളവ് ശുപാർശ സെക്രട്ടേറിയറ്റിലെ നികുതി വകുപ്പിലെത്തി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള ശുപാർശ തള്ളിയ നികുതി വകുപ്പ് കമ്മീഷണർ അവധിയിൽ പ്രവേശിച്ചയുടനെയാണ് വീണ്ടും നീക്കം ഊർജിതമായത്. അഖിൽ ഷാൻസാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ, അങ്ങനെ ഈ തവണത്തെ ബജറ്റിലുണ്ടായിരുന്ന നിർദ്ദേശമാണ് ഈ പഴങ്ങളിൽ നിന്നുള്ള വീര്യം കുറഞ്ഞ മദ്യം എന്നത്. അതിന്റെ വില നിശ്ചയിക്കുന്നതിലേക്ക് വേഗത്തിൽ കടക്കുകയാണോ സർക്കാർ? അങ്ങനെ തന്നെയാണ്. ഈ ബജറ്റിലെ പ്രഖ്യാപനം പോലെ തന്നെ വേഗം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് സർക്കാർ. ഈ വീര്യം കുറഞ്ഞ മദ്യവിൽപ്പന അത് ഉടൻ തന്നെ ആരംഭിക്കുമെന്നൊരു കാര്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും പുറത്തുവരുന്ന ഒരു വിവരം. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന GST കമ്മീഷണർ കേരള വിൽപ്പന നികുതി നിയമത്തിൽ നികുതി നിരക്കിന് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഈ ശുപാർശ ഈ സെക്രട്ടേറിയറ്റിലെ നികുതി വകുപ്പിൽ എത്തിയിട്ടുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫയൽ രേഖകളാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് ശുപാർശ ചെയ്തത് നേരത്തെ ഈ നികുതി വകുപ്പ് കമ്മീഷണർക്ക് വലിയ വിയോജിപ്പ് ഇക്കാര്യത്തിലുണ്ടായിരുന്നു. അദ്ദേഹം അവധിയിൽ പോയതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് ഈ അബ്രഹാം പറഞ്ഞ ARS അധിക ചുമതലയേൽക്കുകയും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അതിവേഗം തന്നെ ഈ നടപടികളൊക്കെ പൂർത്തിയാക്കി ഈ മദ്യവിതരണം വിൽപ്പന തുടരാനുള്ള ഒരുക്കത്തിലുമാണ് സർക്കാർ. ശരി, കൈതച്ചക്ക, കശുമാങ്ങ, വാഴപ്പഴം ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പഴങ്ങളിൽ നിന്നുള്ള വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ഉൽപ്പാദനത്തിലുള്ള നീക്കത്തിലേക്ക് ആ തീരുമാനം ഉടനടി തന്നെ നടപ്പാക്കുവാനുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ്. അഖിൽ ഷാൻസാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.